ആശയോടാണ് പേരിട്ടത്. ആശയോടാണ് പേരിട്ടത്. ഇനിയും ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഒരു അത്ഭുതകരമായ വാക്ക് അവിടെയുണ്ട്. ഞാൻ ആ വാക്ക് എപ്പോൾ എടുത്ത് വായിക്കുന്നില്ല, നിങ്ങൾക്കറിയാം. നിന്റെ സന്തതി മുഖാന്തരം ഭൂമിയിലെ സകല ജാതികളും അനുഗ്രഹിക്കപ്പെടും. ഞാൻ വിചാരിക്കുന്നത് മോശയെ കൊണ്ട് ആ വാക്ക് കൃത്യമായി എഴുതിച്ചതാണ്. നിന്റെ സന്തതി മുഖാന്തരം, അബ്രഹാമിന്റെ സന്തതി അനുഗ്രഹിക്കപ്പെടുന്നല്ല, നിന്റെ സന്തതി മുഖാന്തരം ഭൂമിയിലെ സകല ജാതികളും അനുഗ്രഹിക്കപ്പെടും. അങ്ങനെ ഒരു വ്യക്തിയോ? സകല ജാതികളും അനുഗ്രഹിക്കപ്പെടുവാൻ അബ്രഹാമിന്റെ സന്തതിയിൽ നിന്ന് ഒരാൾ വരുമോ? ഇനിയും നമ്മൾ മുന്നോട്ട് നോക്കിയാൽ സംഖ്യാപുസ്തകത്തിൽ കാണാം, മോശ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയതുപോലെ മനുഷ്യപുത്രനെ ഉയർത്തേണ്ടതാവുന്നു. സംഖ്യാപുസ്തകം 22-ാം അധ്യായത്തിൽ വായിക്കുന്നുണ്ട്, ഏത് തരം പാമ്പ് കടിച്ചാലും, എത്ര ഉഗ്രവശമുള്ള പാമ്പ് കടിച്ചാലും, കൊടിമരത്തിൽ ഉയർത്തിയിരിക്കുന്ന ആ പിച്ചള സർപ്പത്തെ നോക്കിയാൽ അവൻ രക്ഷ പ്രാപിച്ചു. ആ പിച്ചള സർപ്പം ആരെയാ ചൂണ്ടിക്കാണിക്കുന്നത്? അവനോട് പറയാണ്, മോശയും പ്രവാചകന്മാരും. ഒരുപാട് ഉദാഹരണങ്ങൾ പറയാനുണ്ട്, ഞാനിപ്പോ അങ്ങോട്ട് കിടക്കുന്നില്ല. പ്രവാചകന്മാർ, യെശയ്യാപ്രവചനം 53-ാം അധ്യായം നമുക്കറിയാവുന്നതാണ്. സങ്കീർത്തനങ്ങൾ 22 നമുക്കറിയാവുന്നതാണ്. 2-ാം സങ്കീർത്തനം നമുക്കറിയാവുന്നതാണ്. 16-ാം സങ്കീർത്തനം നമുക്കറിയാവുന്നതാണ്. ഈ സങ്കീർത്തനത്തിലൊക്കെ ഒരു വ്യക്തിയെക്കുറിച്ച് പരാമർശിച്ചിട്ടുണ്ട്. നഥനയേലിനോട് ഫിലിപ്പോസ് പറയുകയാണ്, മോശയും പ്രവാചകന്മാരും എഴുതിയിരിക്കുന്നവനെ കണ്ടെത്തിയിരിക്കുന്നു. അതിൽ നമുക്കൊരു ആശയം കിട്ടുന്നത്, നഥനയേൽ ഈ പുസ്തകങ്ങളൊക്കെ വായിക്കുകയോ കാണുകയോ കേൾക്കുകയോ ചെയ്തിട്ടുണ്ട്. അടുത്തത്, അവൻ യോസഫിന്റെ പുത്രനായ യേശു എന്ന നസ്രയത്തുകാരൻ, അടുത്ത വാക്ക് ശ്രദ്ധിക്കുക, തന്നെ നസ്രയത്തുകാരനായ യോസഫിന്റെ മകൻ തന്നെയാണ് ഈ വ്യക്തി. ഓർക്കുക, ചില മണിക്കൂറുകളോ ചില ദിവസങ്ങളോ മാത്രമേ കണ്ടിട്ടുള്ളെങ്കിലും ഒരു കാര്യം നമ്മുടെ കർത്താവിനെ കുറിച്ച് തറപ്പിച്ചു പറയാം. മോശയും പ്രവാചകന്മാരും പറഞ്ഞിരിക്കുന്ന ആള് മശിഹയാണ്. ആ മശിഹയെ ഞാൻ കണ്ടു. അവൻ നസ്രയത്തുകാരനാണ്. അടുത്ത വാക്ക് ശ്രദ്ധിക്കുക, നമുക്കറിയാവുന്നതാണ് എന്ന് പറഞ്ഞു. നഥനയേൽ അവനോട്, നസ്രയത്തിൽ നിന്ന് വല്ല നന്മയും വരും. ഈ നഥനയേലിനറിയാം മശിഹ വരുന്നത് യഹൂദ ഗോത്രത്തിൽ നിന്നാണ്, ജനിക്കുന്നത് ബേഥലഹേമില. ദൈവവചനത്തിൽ നിന്ന് നഥനയേൽ ഈ കാര്യം മനസ്സിലാക്കിയിട്ടുണ്ട്. നഥനയേൽ ആശ്ചര്യത്തോടെ ചോദിക്കുകയാണ്, നസ്രയത്തിൽ നിന്ന് വല്ല നന്മയും വരും? ഒരു കാര്യം ഓർക്കണം, ഈ ഗലീല എന്ന് പറയുന്ന പ്രദേശം യഹൂദന്മാരും ജാതികളും കൂടെ ഇടകലർന്ന് താമസിക്കുന്ന സ്ഥലമാണ്. വലിയ വിദ്യാഭ്യാസമൊന്നും ഇല്ലാത്ത ആളുകൾ അവിടെ താമസിക്കുന്നു.
നല്ലൊരു വിഭാഗം ആളുകൾ മുക്കുവരാണ്. അതുപോലെ തന്നെ ഇവരുടെ ഭാഷ, ഇവർ സംസാരിക്കുന്ന ഭാഷ കേട്ടാൽ അറിയാം ഇവനൊരു ഗലീലക്കാരനാണ്. യെരുശലേമിലും യെഹൂദ്യയിലുള്ള ആളുകൾ പെട്ടെന്ന് മനസ്സിലാക്കും ഗലീലക്കാരനെ, അവന്റെ ഭാഷ കേട്ടാൽ അറിയാം. ആത്മീയമായി ഒരു കാഴ്ചപ്പാടും ഇല്ലാത്തവര്. കാരണം അവിടുന്ന് കുറെ ദൂരെയാണ് യെരുശലേമും ദേവാലയവും. ആത്മീയ കാര്യങ്ങൾ വല്ലതും പഠിക്കുകയോ കേൾക്കുകയോ ചെയ്യണമെങ്കിൽ അവിടെ പോകണം. സംസ്കാരം ഇല്ലാത്തവരും വിദ്യാഭ്യാസം ഇല്ലാത്തവരും സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവരും ആളുകളാണ് ഗലീലയിലുള്ളത്. ആ ഗലീലയിലുള്ളവർ പോലും ഇഷ്ടപ്പെടാത്ത ഒരു സ്ഥലമാണ് നസറത്ത്. ഈ നസറത്തിൽ നിന്നാണോ മശിഹ വരുന്നത്? ആ ചിന്ത മനസ്സിൽ വെച്ചാണ് നഥനയേൽ ഫിലിപ്പോസിനോട് പറയുന്നു. അതുപോലെ തന്നെ യോസഫിന്റെ മകൻ, അതെങ്ങനെ നോക്കുന്നത്? സ്ത്രീയുടെ സന്തതിയല്ലേ, കന്യക ഗർഭിണിയായ ഒരു മകനെ പ്രസവിക്കും. അവ ഇമ്മാനുവേൽ എന്ന് പേരിടണം. അതെങ്ങനെ യേശു ആകുന്നത്? ഒരുപാട് സംശയങ്ങൾ. ഈ സംശയങ്ങൾ അവതരിപ്പിച്ചപ്പോൾ എന്നെ അത്ഭുതപ്പെടുത്തിയത് ഫിലിപ്പോസ് അതിന് പറഞ്ഞ മാതൃകയാണ്. ആ വാക്യം ഞാനൊന്ന് വായിക്കട്ടെ. വന്ന് കാണുക. ഇതിനൊക്കെ ന്യായം പറയാനും ഈ കാര്യങ്ങളൊന്നും തെളിയിച്ചു തരാനുള്ള കഴിവ് എനിക്കില്ല. നീ വന്ന് കാണുക. കമൻസി, ഗോവൻസി എന്നല്ല പറഞ്ഞു. എനിക്കൊരു അപ്പച്ചനെ അറിയാം, നന്നായി സുവിശേഷം പറയുന്ന ആളാണ്. ആള് മരിച്ചുപോയി. സുവിശേഷമൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹം കേൾക്കുന്നയാൾ എന്തെങ്കിലും സംശയം ചോദിച്ചാൽ പറയും, നീ പോയിരുന്ന് വേദോസ്തം വായിച്ച് പഠിക്കണമെന്ന്. ആള് മരിച്ചുപോയി. എനിക്ക് പറയാനുള്ളതൊക്കെ നിന്നോട് പറഞ്ഞു, നീ ഇനിയും പോയിരുന്ന് വായിച്ച് പഠിക്കും. അങ്ങനെയുള്ള പിതാക്കന്മാരെ എനിക്ക് പരിചയം. ഞാൻ ഈ വാക്യം ഓർത്തപ്പോഴാണ് ആ ചിന്ത എൻ്റെ മനസ്സിൽ വന്നത്. ഫിലിപ്പോസ് അവനോട് പറഞ്ഞു, കമൻസി. അതിന് വേറൊരർത്ഥമുണ്ട്, നിന്റെ കൂടെ ഞാനും വരാം. ഗോവൻസി എന്നല്ല, ഞാനും നിന്റെ കൂടെ വരാം. ദൈവമുള്ളവരെ, ജനത്തെ കർത്താവിലേക്ക് കൊണ്ടുവരുന്ന ഒരു മാതൃക നമുക്കിവിടെ കണ്ടു. നിന്റെ ഈ ചോദ്യങ്ങളൊക്കെ, നിന്റെ ഈ സംശയങ്ങളൊക്കെ ജെന്യുവിനാണ്. അതിനൊന്നും മറുപടി പറയാനുള്ള ജ്ഞാനം എനിക്കില്ല. എന്നാൽ അതിന് മറുപടി പറയാൻ അറിയാവുന്ന ആളിനെ ഞാൻ കാണിച്ചത്. എന്നൂടെ പോലെ കമൻസി. ഈ ഫിലിപ്പോസ് നല്ലൊരു മാതൃകയാണ്. നഥനയേലിന്റെ സംശയങ്ങൾക്കൊന്നും മറുപടി പറയാൻ തൻ്റെ കയ്യിലില്ല. എന്നാൽ ഇതിനൊക്കെ മറുപടി പറയാൻ കഴിയുന്ന ഒരാളിനെ ഞാൻ കാണിച്ചു തരാം. ഞാൻ നിന്റെ കൂടെ വരാം. നോക്കുക, അടുത്ത ഭാഗം. ഫിലിപ്പോസ് അവനോട് വന്ന് കാണുക എന്ന് പറഞ്ഞു. 47-ാം വാക്യം. നഥനയേൽ തൻ്റെ അടുക്കൽ വരുന്നത് യേശു കണ്ടു. നഥനയേൽ തൻ്റെ അടുക്കൽ വരുന്നത് യേശു കണ്ടു. അടുത്ത വാക്യം ഞാനൊന്ന് വായിക്കട്ടെ. ഇതാ
സാക്ഷാൽ ഇസ്രയേലിൻ ഇവനിൽ കപടമില്ല. ഈ നഥനയേലിനെ കുറിച്ച് കർത്താവ് പറഞ്ഞ സാക്ഷി അത് അത്ഭുതകരമായൊരു സാക്ഷി. നീ ഫിലിപ്പോസിനോട് തർക്കിച്ചോ, ഇങ്ങനെ ചോദ്യം ചോദിച്ചോ എന്നുള്ളതല്ല അവനോട് പറഞ്ഞു. അവിടെ വായിക്കുന്ന ആ വാക്യം ഞാൻ ഒന്നുകൂടെ വായിക്കട്ടെ. നഥനയേൽ തന്റെ അടുക്കൽ വരുന്നത് യേശു കണ്ടു. ഇതാ സാക്ഷാൽ ഇസ്രയേൽ. ഇതാ സാക്ഷാൽ ഇസ്രയേൽ. അത് പറഞ്ഞത് അവനെക്കുറിച്ച് മുറ്റും അറിയാവുന്നവനാണ് കർത്താവ്. അവനെക്കുറിച്ച് സകലതും അറിയാവുന്നവനാണ് കർത്താവ്. നമുക്ക് താഴോട്ട് വായിച്ചു വരുമ്പോൾ ആ കാര്യം മനസ്സിലാക്കാൻ കഴിയും. എന്താ ഈ സാക്ഷാൽ ഇസ്രയേൽ എന്ന് പറഞ്ഞത്? സാക്ഷാൽ ഇസ്രയേൽ എന്ന് പറഞ്ഞാൽ എന്താ? കർത്താവിന്റെ കാലത്ത് ഇസ്രയേൽ ജാതി, ആ ഇസ്രയേൽ ജാതിയുടെ ടോപ്പിലുള്ളവരാണ് പുരോഹിതന്മാരും ശാസ്ത്രിമാരും. ആ പുരോഹിതന്മാരെയും ശാസ്ത്രിമാരെയും നോക്കിയിട്ട് കർത്താവ് പറഞ്ഞെന്ന് നമ്മൾ മത്തായി സുവിശേഷം 23-ാം വാക്യത്തിൽ വായിക്കുന്നു. ഒരു വാചകം ആദ്യം ഒന്ന് വായിക്കണം. മത്തായി സുവിശേഷം 23-ന്റെ ആദ്യത്തെ വാചകം. വായിച്ചു. കപടഭക്തിക്കാരായ ശാസ്ത്രിമാരും പരീക്ഷന്മാരുമായുള്ളവര്, ഞാൻ വാക്ക് മറന്നുപോയി. കപടഭക്തിക്കാരായ ശാസ്ത്രിമാരും പരീക്ഷന്മാരുമായുള്ളവര് ആ സമൂഹത്തിലെ നേതാക്കന്മാരിങ്ങനെയാണെങ്കിൽ സാമാന്യക്കാര് അതിനേക്കാൾ വലിയ ദൂരത്തൊന്നുമല്ല. അങ്ങനെയുള്ള ആ സമൂഹത്തിൽ നിന്ന് വന്ന ഒരാളെ നോക്കിയിട്ട് കർത്താവ് പറയാണ്, നാം വായിച്ച വാക്യം ഓർക്കുന്നുണ്ടല്ലോ, ആ വാക്യം ഇതാണ്: ഇതാ സാക്ഷാൽ ഇസ്രയേലി. സാക്ഷാൽ ഇസ്രയേലി. ഈ വാക്ക് എങ്ങനെയാണ് യാക്കോബിന് കിട്ടിയത്? ഈ വാക്ക് യാക്കോബിന് കിട്ടിയത് എങ്ങനെയാണ്? നമുക്ക് ഒരു വാക്യം വായിക്കാം. ഉൽപ്പത്തി പുസ്തകം 32-ാമത്തെ അധ്യായം. മുപ്പത്തിരണ്ടാം അധ്യായത്തിന്റെ 28-ാമത്തെ വാക്യം. നീ ദൈവത്തോടും മനുഷ്യരോടും മല്ലു പിടിച്ച് ജയിച്ചത് കൊണ്ട് നിന്റെ പേര് ഇനി യാക്കോബ് എന്നല്ല ഇസ്രയേൽ എന്ന് വിളിക്കപ്പെടും. നമുക്ക് ആ ചരിത്രമൊക്കെ അറിയാം. രാത്രി മുഴുവൻ ഒരു മനുഷ്യനുമായിട്ട് ഒരു പുരുഷനുമായിട്ട് മല്ലു പിടിച്ചു. അവസാനം
യാക്കോബിന്റെ ഒരു നടക്കാൻ ബുദ്ധിമുട്ടുണ്ടായി. കെട്ടിപ്പിടിച്ചു പറഞ്ഞു, എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ല. അദ്ദേഹം പറഞ്ഞു, നിന്റെ പേര് ഇസ്രയേൽ എന്നാണ്. നിങ്ങൾ നോക്കുക, ആ പേര് എപ്പോഴാ ഉണ്ടായത്? ഉൽപ്പത്തി പുസ്തകം 35-ാം അധ്യായം അതിന്റെ 35-ാം അധ്യായത്തിന്റെ 10-ാം വാക്യം ഞാനൊന്ന് വായിക്കട്ടെ. ഒൻപത് മുതൽ വായിക്കാം. യാക്കോബ് പദ്ദൻഅരാമിൽ നിന്ന് വന്ന ശേഷം ദൈവം അവന് പിന്നെയും പ്രത്യക്ഷനായി അവനെ അനുഗ്രഹിച്ചു. ദൈവം അവനോട്, നിന്റെ പേർ യാക്കോബ് എന്നല്ലോ, ഇനി നിനക്ക് യാക്കോബ് എന്നല്ല ഇസ്രയേൽ എന്ന് തന്നെ പേരാകണം എന്ന് കൽപ്പിച്ചു. ആ വാക്ക് ഞാൻ ഒന്നുകൂടെ വായിക്കട്ടെ. ഇനി നിനക്ക് യാക്കോബ് എന്നല്ല ഇസ്രയേൽ എന്ന് തന്നെ പേരാകണം. ഇസ്രയേൽ എന്ന് തന്നെ പേരാകണം. അതിനു മുമ്പ് യാക്കോബ് ഒരു കാര്യം പറഞ്ഞു. 35-ാം അധ്യായത്തില് 35-ാം അധ്യായത്തിന് 1 മുതൽ വായിക്കാം. അനന്തരം ദൈവം യാക്കോബിനോട്, നീ പുറപ്പെട്ട് ബേഥേലിൽ ചെന്ന് പാർക്കാം. അപ്പോൾ 2-ാം വാക്യം, അപ്പോൾ യാക്കോബ് തൻ്റെ കുടുംബത്തോടും കൂടെയുള്ള എല്ലാവരോടും, നിങ്ങളുടെ ഇടയിലുള്ള അന്യദേവന്മാരെ നീക്കിക്കളഞ്ഞ് നിങ്ങളെ ശുദ്ധീകരിച്ച് വസ്ത്രം മാറുവീൻ. ഞാൻ ആ വാക്കൊന്നുകൂടെ വായിക്കാം. അപ്പോൾ യാക്കോബ് തൻ്റെ കുടുംബത്തോടും കൂടെയുള്ള എല്ലാവരോടും, നിങ്ങളുടെ ഇടയിലുള്ള അന്യദേവന്മാരെ നീക്കിക്കളഞ്ഞ് നിങ്ങളെ തന്നെ ശുദ്ധീകരിച്ച് വസ്ത്രം മാറുകയും. ഇപ്പം ധരിച്ചിരിക്കുന്ന ഈ വസ്ത്രവുമായിട്ട് അങ്ങോട്ട് പോകാൻ, ഈ നിങ്ങൾ ധരിച്ചിരിക്കുന്ന ഈ വസ്ത്രം മാറി ശുദ്ധീകരിക്കണം. എങ്ങനെ? നിങ്ങൾ കുളിക്കണം, പുതിയ വസ്ത്രം ധരിക്കണം, എന്നിട്ട് ബേഥേലിലേക്ക് പോകാൻ പറ്റുള്ളൂ. നിനക്ക് അങ്ങനെ ഒരു പേരൊക്കെയുണ്ട്, പക്ഷെ ആ പേര് ഇതുവരെ അന്വർത്ഥമായിട്ടില്ല. അന്വർത്ഥമാകണമെങ്കിൽ നീ ഒരു കാര്യം ചെയ്യണം. നിങ്ങളുടെ കയ്യിലുള്ള അന്യദേവന്മാരെല്ലാം മാറ്റി ഈ ധരിച്ചിരിക്കുന്ന വസ്ത്രം മാറി കുളിച്ച് പുതിയ വസ്ത്രം ധരിക്കണം. അങ്ങനെ അവർ ചെന്നപ്പോൾ, ഞാനത് വിസ്തരിക്കുന്നില്ല, നിങ്ങൾക്ക് അതിൻ്റെ ചരിത്രം അറിയാം. ഒരു വാക്കും കൂടെ വായിക്കട്ടെ. 4-ാം വാക്യം നോക്കുക. അങ്ങനെ അവർ തങ്ങളുടെ പക്കലുള്ള അന്യദേവന്മാരെയൊക്കെയും കാതുകളിലെ കുണുക്കുകളെയും യാക്കോബിന്റെ പക്കൽ കൊടുത്തു. യാക്കോബ് അവയെ ശേഖേമിനരികെയുള്ള കരിവേലകത്തിന് കീഴിൽ കുഴിച്ചിട്ടു. പിന്നെ അവർ യാത്ര പുറപ്പെട്ടു. ബേഥേലിൽ ചെന്ന് പാർക്കാൻ പോവുക. അവിടെ ചെല്ലുമ്പോൾ നിനക്ക് പണ്ട് തന്ന ആ പേര് ഞാനൊന്ന് പുതുക്കാൻ പോവാ. പണ്ട് തന്ന പേരൊന്ന് പുതുക്കാൻ പോവാണ്, ഇസ്രയേൽ. ഇനിയും നിന്നെ അറിയപ്പെടുന്നത് ഇസ്രയേൽ എന്നുള്ള പേരാണ്. ദൈവത്തിന്റെ പ്രഭു എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. ആ പ്രഭുവിന് ചേരുന്ന നിലയിലുള്ള വസ്ത്രവും നടപ്പുമല്ല നിന്റെ കൂടെയുള്ളവർക്ക്, നിന്റെ മക്കൾക്കുള്ളത്, കൊച്ചുമക്കൾക്കുള്ളത്. നീ അതൊന്ന് ശരിയാകണം. യാക്കോബ് പറഞ്ഞത് ആ കുടുംബം അനുസരിച്ചു. എന്തുകൊണ്ട് അനുസരിച്ചു എന്ന് ചോദിച്ചാൽ 34-ാം അധ്യായത്തിൽ അതിനൊരു മറുപടിയുണ്ട്. നിങ്ങൾ ശാന്തമായി വായിച്ചു നോക്കുക. ആ നിലയിൽ കൂടെ അവർ കടന്നു പോകേണ്ടി വന്നു.
ഇസ്രയേലിന്റെ പേരായി. ഇവിടെ കർത്താവ് നഥനയേലിനെ നോക്കി പറഞ്ഞു, നീ സാക്ഷാൽ ഇസ്രയേൽ. ഇവൻ സാക്ഷാൽ ഇസ്രയേൽ. റോമാലേഖനത്തിൽ പൗലോസ് എഴുതി, ആരാണ് പുറമേ കാണുന്നവൻ യഹൂദനല്ല. പുറമേ കാണുന്നവൻ യഹൂദനല്ല. പിന്നെ ആരാണ് യഹൂദൻ? നമുക്ക് റോമാലേഖനം 9-ാം അധ്യായത്തിൽ നിന്നൊരു വാക്യം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. വളരെ പരിചയമുള്ള വാക്യമാണ്. 9-ാം അധ്യായത്തിന്റെ 6-ഉം 7-ഉം വാക്യങ്ങൾ. വായിച്ചു. Okay. Romans chapter 9, verse 6 and 7. But it is not that the word of God has taken no effect, for they are not all Israel who are of Israel, nor are they all children, because they are the seed of Abraham. But in Isaac your seed shall be called. 7-ാം വാക്യത്തിൽ ഒരു വാക്യം ഞാൻ വായിക്കട്ടെ. അബ്രഹാമിന്റെ സന്തതിയാകയാൽ എല്ലാവരും മക്കളൊന്നും വരികയില്ല. അബ്രഹാമിന്റെ സന്തതിയാകയാൽ എല്ലാവരും മക്കളൊന്നും വരികയില്ല. അടുത്തത്, ഇസഹാക്കിൽ നിന്ന് ജനിക്കുന്നവൻ നിന്റെ സന്തതി എന്ന് വിളിക്കപ്പെടും എന്നേ ഉള്ളൂ. അബ്രഹാമിൽ നിന്ന് ജനിച്ചവരെല്ലാം സന്തതിയല്ല, ഇസഹാക്കിൽ നിന്ന് ജനിക്കുന്നവൻ നിന്റെ സന്തതി എന്ന് വിളിക്കപ്പെടും. ഈ ബന്ധത്തിൽ ഫിലിപ്പി ലേഖനം 3-ാം അധ്യായത്തിൽ പൗലോസ് ഒരു പ്രസ്താവന നടത്തിയിട്ടുണ്ട്. ഞാൻ അതും കൂടെ ഒന്ന് വായിക്കട്ടെ. ഫിലിപ്പി ലേഖനം 3-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യം നമുക്ക് പരിചയമുള്ള വാക്യമാണ്. നാമല്ലോ പരിച്ഛേദനക്കാർ. ജാതികളെ യഹൂദന്മാർ വിളിച്ചത് അവർക്ക് പരിച്ഛേദന ഇല്ലാത്തവരെന്നാണ്. എന്നാൽ പൗലോസ് ഇവിടെ എഴുതിയിരിക്കുകയാണ്, നാമല്ലോ പരിച്ഛേദനക്കാർ, ദൈവത്തിന്റെ ആത്മാവ് കൊണ്ട് ആരാധിക്കുകയും ക്രിസ്തുവേശുവിൽ പ്രശംസിക്കുകയും ജഡത്തിൽ ആശ്രയിക്കാതിരിക്കുകയും ചെയ്യുന്ന നാം തന്നെ. ആരാ? നാമല്ലോ പരിച്ഛേദനക്കാർ. ആത്മീയമായി ചിന്തിച്ചാൽ നാം ആണ് ഇസ്രയേല്യർ. അവരുടെ ലക്ഷണം എന്താണ്? ദൈവത്തിന്റെ ആത്മാവ് കൊണ്ട് ആരാധിക്കുക. ഒരു വാക്യം പറയട്ടെ, എപ്പോഴാണ് ഈ ദൈവത്തിന്റെ ആത്മാവിനെ കിട്ടുന്നത്? പാപങ്ങൾ ഏറ്റുപറഞ്ഞ് കർത്താവിന്റെ സന്നിധിയിൽ വന്ന് യേശു മാത്രമാണ് എൻ്റെ ദൈവം എന്ന് പ്രതിജ്ഞ ചെയ്യുമ്പോൾ ദൈവം പരിശുദ്ധാത്മാവിനെ ദാനമായി കൊടുക്കും. ആ പരിശുദ്ധാത്മാവിൽ ആരാധിക്കുക. അടുത്ത് നോക്കുക, ക്രിസ്തുവേശുവിൽ പ്രശംസിക്കുക. മറ്റാരിലും മറ്റൊന്നിലും പ്രശംസിക്കുവാൻ ഇടയില്ലാതെ എന്നെ സഹായിക്കുകയും എന്നെ നടത്തുകയും ചെയ്യുന്ന എൻ്റെ ദൈവം യേശു ക്രിസ്തുവാണ്. ആ യേശു ക്രിസ്തുവിൽ പ്രശംസിക്കുക. അടുത്തത് വായിക്കുക, ജഡത്തിൽ ആശ്രയിക്കാതിരിക്കുകയും ചെയ്യുക. ജഡത്തിൽ ആശ്രയിക്കാതിരിക്കുകയും ചെയ്യുക. എൻ്റെ കഴിവ് കൊണ്ട്, എൻ്റെ ശക്തി കൊണ്ട്, എൻ്റെ ജ്ഞാനം കൊണ്ട്, എൻ്റെ വിവേകം കൊണ്ട് ഈ കാര്യങ്ങളൊക്കെ സാധിച്ചു എന്ന് പ്രശംസിക്കാതെ എനിക്കിതെല്ലാം സാധിപ്പിച്ചു തന്നത് എൻ്റെ കർത്താവാണ്. അവൻ്റെ സ്നേഹമാണ്, അവൻ്റെ കൃപയാണ്. അതിൽ ആശ്രയിക്കുന്നവരാണ് ദൈവത്തിൻ്റെ ഇസ്രായേൽ. ദൈവത്തിൻ്റെ ഇസ്രായേൽ
അബ്രഹാമിന്റെ സന്തതി എന്ന് വെച്ചാൽ എല്ലാവരും യഹൂദന്മാരല്ല, ഇസ്രയേൽക്കാരല്ല. സാക്ഷാൽ ഇസ്രയേൽ നമ്മളാണ്. ദൈവത്തിന്റെ ആത്മാവ് നമുക്കുണ്ട്. ക്രിസ്തുയേശുവിൽ നാം പ്രശംസിക്കുന്നു. ജഡത്തിൽ ആശ്രയിക്കുന്നില്ല. ആശ്രയിക്കുന്ന ആരെയാണ്? നമ്മുടെ കർത്താവിലാണ്. ഞാൻ മടങ്ങി വരട്ടെ. നഥനയേലിനോട് പറഞ്ഞ വാചകം, സാക്ഷാൽ ഇസ്രയേല്യൻ, ഇവനിൽ കപടമില്ല. ഇവനിൽ കപടമില്ല എന്നുള്ള വാക്ക് നമുക്ക് സങ്കീർത്തനത്തിലേക്കൊന്ന് തിരിയാം. 32-ാം സങ്കീർത്തനം. ഞാൻ 32-ാം സങ്കീർത്തനത്തിന്റെ 1-ാം വാക്യം ഒന്ന് വായിച്ചു മോനെ. Blessed is he whose transgression is forgiven, whose sin is covered. അടുത്തോടെ വായിച്ചു. Blessed is the man to whom the Lord does not impute iniquity, and in whose spirit there is no deceit. ശ്രദ്ധിക്കുക, ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടിയവൻ ഭാഗ്യവാൻ. യഹോവ അകൃത്യം കണക്കിടാതെയും ആത്മാവിൽ കപടമില്ലാതെയും ഇരിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. വിശ്വാസത്താലുള്ള നീതീകരണം, ആ സബ്ജക്റ്റ് ഉറപ്പിക്കാൻ പൗലോസ് ഉദ്ധരിച്ച വേദഭാഗമാണ് ഈ സങ്കീർത്തനം. ഒരു വാക്കിനെ കുറിച്ച് പറയട്ടെ. ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടിയ മനുഷ്യൻ ഭാഗ്യവാൻ. പാപം ആര് മറയ്ക്കണം? പാപം ആര് മറയ്ക്കണം? ദൈവം മറയ്ക്കണം. ഇന്ന് അനേകര് അവരാണ് അവരുടെ പാപം മറയ്ക്കുന്നത്. അവരാണ് അവരുടെ പാപം മറയ്ക്കുന്നത്. 10 ഇരട്ടിയായിട്ട് അത് പുറത്തു വരും. 10 ഇരട്ടിയായിട്ട് പുറത്തു വരും. ദാവീദിന്റെ ജീവിതം അതിന് തെളിവാണ്. ആദാമിന്റെ ജീവിതം അതിന് തെളിവാണ്. ദൈവം മറയ്ക്കണം. നോക്കുക, ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടിയവൻ ഭാഗ്യവാൻ. എൻ്റെ പാപവും എൻ്റെ ലംഘനങ്ങളും ദൈവം മറയ്ക്കണം. എങ്ങനെ ദൈവം മറയ്ക്കും? തൻ്റെ പുത്രന്റെ സന്നിധിയിൽ ചെന്ന് ഏറ്റുപറയും, ഞാൻ പാപി. അതാണ് സുവിശേഷം. ഞാൻ പാപിയാണ്, ഞാൻ ലംഘനക്കാരനാണ്, ഞാൻ അകൃത്യക്കാരനാണ്, എന്നെ സഹായിക്കും, എൻ്റെ പാപം മറച്ചു തരും. സ്വർഗത്തിലെ ദൈവം തൻ്റെ പുത്രനിൽ കൂടെ ആ പാപം മറച്ചു തരും. അടുത്ത വാക്ക് ഇവിടെ ശ്രദ്ധിക്കുക, ആത്മാവിൽ കപടമില്ലാതെയും ഇരിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. ആ വാക്ക് മനസ്സിൽ വെച്ചിട്ട് നഥനയോട് പറഞ്ഞ വാക്കൊന്ന് ശ്രദ്ധിക്കുക. ഇതാ സാക്ഷാൽ ഇസ്രയേലിൽ, ഇവനിൽ കപടമില്ല. വഞ്ചനയും ചതിയും ദുരാഗ്രഹവും പാപത്തോട് ചേർന്ന് എഴുതാവുന്നതൊന്നും ഇവനിലില്ല. കർത്താവ് അവനെ കണ്ടിട്ട് പറയുകയാണ്, ഇവനിൽ കപടമില്ല. എത്രയോ ശ്രേഷ്ഠമായ ഒരു സാക്ഷ്യം നമുക്കവിടെ കാണാനായിട്ട് കഴിയും. നമ്മുടെ കർത്താവിന് സകലവും അറിയാവുന്നവനും. ആളുകൾ പലരും വിചാരിക്കേണ്ട കർത്താവിനെ കളിപ്പിക്കാവുന്നു. അയ്യോ, സാധിക്കില്ല. അതിന് വലിയ വില കൊടുക്കുന്ന ആളുകളെ എനിക്കറിയാം, ഞാൻ കണ്ടിട്ടുണ്ട്. അവരുടെ വാർദ്ധക്യ ജീവിതം എത്രയോ ദുഃഖമാണ്. ആർക്കും അവരെ ആശ്വസിപ്പിക്കാൻ സാധിക്കില്ല. ആ നിലയിൽ കൂടെ അവരെ കടത്തിവിടും ദൈവം. അങ്ങനെയുള്ളവരെ ഞാൻ കണ്ടിട്ടുണ്ട്. ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടിയ മനുഷ്യൻ ഭാഗ്യം. ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുക. കർത്താവ് നഥനയേലിനെ നോക്കി പറഞ്ഞു, സാക്ഷാൽ ഇസ്രയേലിൻ, ഇവനിൽ കപടമില്ല. ഇവനിൽ കപടമില്ല. ഇനി അടുത്ത വാക്യം ഞാൻ വായിക്കട്ടെ.
എന്ന് അവനെക്കുറിച്ച് പറഞ്ഞു. നഥനയേൽ അവനോട്, എന്നെ എവിടെ വെച്ചറിയും എന്ന് ചോദിച്ചത് ശരിയായ ചോദ്യമാണ്. എന്നെ എവിടെ വെച്ചറിയും? എന്നെ എവിടെ വെച്ചറിയും? ആ ചോദ്യത്തിന്റെ ഉത്തരം അത്ഭുതകരം. എവിടെ വെച്ചറിയും? സ്വർഗത്തിലെ ദൈവം മനുഷ്യനായി ഭൂമിയിൽ വന്ന ആളാണ്. അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണുള്ളവനാണ്. ഏത് ഹൃദയത്തെ അറിയാൻ അറിയുന്നവനാണ്. നഥനയേൽ അത്ഭുതപ്പെട്ട് ചോദിക്കുകയാണ്, എന്നെ എവിടെ വെച്ചത്? എന്നെ എവിടെ വെച്ചത്? അതിന്റെ മറുപടി ശ്രദ്ധിക്കുക. പീലിപ്പോസ് നിന്നെ വിളിക്കും മുമ്പേ നീ അത്തിയുടെ കീഴിൽ ഇരിക്കുമ്പോൾ ഞാൻ നിന്നെ കണ്ടു എന്ന് യേശു ഉത്തരം. പീലിപ്പോസ് നിന്നെ വിളിക്കുന്നതിന് മുമ്പ്, പീലിപ്പോസിന് ഇവനെ വിളിക്കണമെന്നുള്ള കാര്യം തോന്നുന്നതിന് മുമ്പ്, യേശുവിനെ കുറിച്ച് ഈ കാര്യം പറയണമെന്ന് പീലിപ്പോസിന് തോന്നുന്നതിന് മുമ്പ് നീ ഇരിക്കുന്നത് ഞാൻ കണ്ടു. ആ കാഴ്ച എത്ര വലുതാണ്! ആ കണ്ണിനെ മറയ്ക്കാൻ കഴിയുന്നത് ഏതെങ്കിലും ഭൂമിയിലുണ്ടോ? സകലതും കാണുന്ന കർത്താവിന്റെ മുൻപാകെയാണ് നമ്മൾ ജീവിക്കുന്നത്. എബ്രായ ലേഖനത്തിൽ ഒരു വാക്യമുണ്ട്, സകലതും അവന്റെ കണ്ണിന് മുൻപാകെ നഗ്നവും മലർന്നതുമായി കിടക്കുന്നു. ഞാൻ ആ വാക്യം ഒന്നുകൂടെ പറയട്ടെ. സകലതും അവന്റെ കണ്ണിന് മുൻപാകെ നഗ്നവും മലർന്നതുമായി കിടക്കുന്നു. ഹൃദയത്തിൽ കൂടെ പോകുന്ന ചിന്ത, അതിന്റെ പിന്നിലുള്ള താല്പര്യം, ഏതെല്ലാം വഞ്ചനകളാണ് അതിനകത്ത് നിറച്ചു വച്ചിരിക്കുന്നത് എന്നൊക്കെ മനുഷ്യർക്കറിയാമേ. എന്നാൽ എൻ്റെ കർത്താവ് അതെല്ലാം കൃത്യമായി ഭയപ്പെടേണ്ട ചിന്തയാണ്. ഇന്ന് രാവിലെയോ ഇന്നലെ വൈകിട്ടോ ഇന്ന് പകലോ എങ്ങനെയുള്ള എന്തെങ്കിലും ചിന്ത നമ്മുടെ മനസ്സിൽ കൂടെ വന്നിട്ടുണ്ടെങ്കിൽ നമ്മളെ കർത്താവിനെ ഭയപ്പെടണം. ഇതെല്ലാം അറിയുന്ന ഒരു കർത്താവ്. എന്നെ രക്ഷിച്ച കർത്താവ് ഇതൊന്നും അറിയുന്നില്ല എന്ന് വിചാരിക്കരുത്. സകലവും ശരിക്കറിയുന്നവനാണ്. എന്നെ എവിടെ വെച്ചറിയും? ഉത്തരം ഇതാണ്. പീലിപ്പോസ് നിന്നെ വിളിക്കും മുമ്പേ നീ അത്തിയുടെ കീഴിൽ ഇരിക്കുമ്പോൾ ഞാൻ നിന്നെ കണ്ടു എന്ന് യേശു ഉത്തരം പറഞ്ഞു. എൻ്റെ ഇരിപ്പും കിടപ്പും അറിയുന്നവൻ, എൻ്റെ നടപ്പറിയുന്നവൻ. നാം സങ്കീർത്തനത്തിൽ വായിക്കുന്നു, ഇരിക്കുന്നത് ഞാൻ കണ്ടു. ഈ അത്തിയുടെ കീഴിൽ ഇരിക്കുക, അത് നമുക്ക് പിന്നെ ചിന്തിക്കാം. 49 വാക്യം. നഥനയേൽ അവനോട്, റബി, നീ ദൈവപുത്രൻ, നീ ഇസ്രായേലിന്റെ രാജാവ് എന്ന് ഉത്തരം. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ കർത്താവിനെ കുറിച്ച് 3 വാക്കുകൾ ഇയാൾ പറഞ്ഞു, 3 ആശയങ്ങൾ പറഞ്ഞു. അതിലൊന്ന് റബി, 2 നീ ദൈവപുത്രൻ, 3 ഇസ്രായേലിന്റെ രാജാവ്. 3 കാര്യങ്ങൾ പറഞ്ഞു. ഒന്നാമത് റബി. റബി എന്ന് പറഞ്ഞാൽ ഇസ്രായേൽ മക്കളെ ദൈവവചനം പഠിപ്പിക്കുന്നവരാണ്. ഒറ്റ വാക്കി പറഞ്ഞ ടീച്ചേഴ്സാണ്. കർത്താവിനെ പോലെ നല്ലൊരു റബി ഈ ലോകത്തിലുണ്ടായിട്ട് അത്ഭുതം തോന്നും. നമുക്ക് പ്രശംസിക്കാം. നമ്മുടെ കർത്താവിന്റെ ഗിരിപ്രഭാഷണം 1 പ്രാവശ്യം വായിച്ചാണ്. വലിയ സ്വർഗീയമായ കാര്യങ്ങൾ, ഭൂമിയിലെ കാര്യങ്ങൾ വളരെ ലളിതമായ ഭാഷയിൽ, ആർക്കും മനസ്സിലാകുന്ന ഭാഷയിൽ. എന്നാൽ എത്ര ജ്ഞാനമുള്ളവർ അതിലേക്ക് ഇറങ്ങിച്ചെന്നാലും മുഴുവൻ ആശയം കിട്ടാത്ത കാര്യങ്ങൾ.
കർത്താവ് പറഞ്ഞു. ഒരു വാക്ക് ഞാൻ ഓർപ്പിക്കട്ടെ. കർത്താവ് കൂടെ പറഞ്ഞൊരു വാക്കുണ്ട്, ഞാനോ നിങ്ങളോട് പറയുന്നു. വിധി പ്രഭാഷണം മത്തായി സുവിശേഷം 5, 6, 7 അധ്യായങ്ങളിലുണ്ട്. അത് മനസ്സുവെച്ചൊന്ന് വായിക്കുക. ആ വായിക്കുമ്പോൾ പല ഭാഗത്തും കർത്താവ് പറയുന്നുണ്ട്, ഞാനോ നിങ്ങളോട് പറയുന്നു. എനിക്ക് മാത്രമേ ഇത് ആധികാരികമായി പറയാൻ സാധിക്കൂ. ഒരു ഉദാഹരണം ഞാൻ പറയാം. ശത്രുവിനെ സ്നേഹിക്കുക. ഞാനോ നിങ്ങളോട് പറയുന്നു. ഇതുപോലെ ശത്രുവിനെ സ്നേഹിച്ച ഒരാളുണ്ടോ? ഇതുപോലെ ശത്രുവിനോട് പെരുമാറിയ ഒരാളുണ്ടോ? ലോകത്തിന് ചൂണ്ടിക്കാണിക്കാനില്ല. നമുക്കറിയാം, നാം ശത്രുക്കളായിരുന്നപ്പോഴാണ് കർത്താവ് നമ്മെ സ്നേഹിച്ചത്. നാം ബലഹീനരായിരുന്നപ്പോഴാണ് നമ്മുടെ കരുണ തോന്നി. ഇവിടെ പറയാണ്, റബി, കർത്താവ് പറഞ്ഞ കാര്യങ്ങൾ ഒന്നും ഇതുവരെ തെറ്റിയിട്ടില്ല. ഇനിയും കർത്താവ് പറഞ്ഞ കാര്യങ്ങളൊന്നും തെറ്റാൻ പോകുന്നില്ല. ഇത്ര തെറ്റിക്കൂടാത്ത പഠിപ്പിക്കാൻ കഴിയുള്ള ഒരാളാണ് റബി. ആ വാക്കിന്റെ അർത്ഥം അതാണ്. നഥനയേൽ പറഞ്ഞു, റബി. അടുത്ത വാചകം, നീ ദൈവപുത്രൻ. ദൈവപുത്രൻ. സ്വർഗത്തിലെ ദൈവം മനുഷ്യനായി ഭൂമിയിൽ വന്നു. ദൈവത്തിന്റെ സകല ഗുണവിശേഷങ്ങളും നമ്മുടെ കർത്താവിലുണ്ടായി. നമ്മൾക്ക് യോഹന്നാന്റെ സുവിശേഷം മുന്നോട്ട് വായിക്കുമ്പോൾ അതിനുള്ള പല തെളിവുകളോടെ കാണാൻ കഴിയുന്നു. ആദ്യമായി നഥനയേലാണ് പറഞ്ഞത്, നീ ദൈവപുത്രൻ. നീ ദൈവപുത്രൻ. അടുത്തത്, നീ ഇസ്രയേലിന്റെ രാജാവ്. ഒരുപാട് അർത്ഥം തരുന്ന ഒരു വാക്കാണ് ഇസ്രയേലിന്റെ രാജാവ്. ഇസ്രയേലിന്റെ രാജാവ് ഭരിച്ചാലുള്ള അനുഗ്രഹം. ഒരു വാക്ക് ഞാൻ വായിക്കട്ടെ. യെശയ്യാപ്രവചനം 35-ാം അധ്യായം. യെശയ്യാപ്രവചനം 35-ാം അധ്യായം, അതിൻ്റെ 10-ാമത്തെ വാക്യം. യെശയ്യാപ്രവചനം 35-ാം അധ്യായത്തിന്റെ 10-ാം വാക്യം. അങ്ങനെ യഹോവയാൽ വീണ്ടെടുക്കപ്പെട്ടവർ മടങ്ങി ഉല്ലാസഘോഷത്തോടെ സിയോനിലേക്ക് വരും. അടുത്തത്, നിത്യാനന്ദം അവരുടെ തലമേലുണ്ടായിരിക്കും. ആ വാക്യം ഞാൻ ഒന്നുകൂടെ എടുത്തു പറയട്ടെ. നിത്യാനന്ദം, ഒരിക്കലും തീരാത്തത്, ഒരിക്കലും ഇല്ലാതെ വരാത്തത് അവരുടെ തലമേലുണ്ടായി ഇരിക്കും. അവർ ആനന്ദവും സന്തോഷവും പ്രാപിക്കും. ദുഃഖവും നെടുവീർപ്പും ഓടിപ്പോവും. ആ വാക്കിന്റെ സൗന്ദര്യം ഞാനൊന്ന് പറയട്ടെ. ദുഃഖവും നെടുവീർപ്പും എങ്ങനെ പോകുന്ന പറയുന്നത്? ഓടിപ്പോവും. റണ്ണവേ. പതുക്കെ നടന്നു പോകുന്നല്ല, കുറെ കാലം കഴിഞ്ഞു പോകുന്നല്ല, അവ ഓടിപ്പോവും. നീ ഇസ്രയേലിന്റെ രാജാവ്. നീ രാജ്യത്വം പ്രാപിക്കും, നീ ഭരിക്കും. നിന്നെ അനുഗമിക്കുന്നവരുടെ തലമേൽ നിത്യാനന്ദം ഉണ്ടായിരിക്കും. ദുഃഖവും കണ്ണുനീരും ഓടിപ്പോവും. പ്രിയ ദൈവജനമേ, നമ്മുടെ പ്രത്യാശ ഇതല്ലേ? നമ്മൾ ആഗ്രഹിക്കുന്നതല്ലേ? നാം കൊതിക്കുന്നതല്ലേ? ഇത് കർത്താവ് നമുക്ക് തരും. ഒറ്റ കാര്യം, പാപിയാണെന്ന് സമ്മതിക്കുക. യേശു ക്രിസ്തുവിന്റെ അടുക്കൽ വരിക. എൻ്റെ പാപത്തിന് വേണ്ടി കാൽവരിയിലെ ക്രൂശിൽ മരിച്ചത് എനിക്ക് വേണ്ടിയാണെന്ന് സമ്മതിക്കുക. എന്നെ സഹായിക്കണമെന്ന് അപേക്ഷിക്കുക. ഒരു തീരുമാനം എടുക്കുക. ഇന്നു മുതൽ
യേശു മാത്രമായിരിക്കും എൻ്റെ ദൈവം. ഇനിയും യേശു പറയുന്നത് മാത്രം അനുസരിച്ച് ഞാൻ ജീവിക്കും. അങ്ങനെ ജീവിച്ചാൽ അവരെ ചേർത്ത് ഭരിക്കുവാൻ നമ്മുടെ കർത്താവ്. അതിൻ്റെ ഒരനുഗ്രഹം നിത്യാനന്ദം അവരുടെ തലമേലിരിക്കും. ലോകത്തിലെ ഒരു പ്രസ്ഥാനത്തിനും ആർക്കും നിത്യാനന്ദനാകാൻ കഴിയും. ഒരു ഫിലോസഫിക്കും സാധിക്കുകയും ഒരു ശാസ്ത്രത്തിന് സാധിക്കുകയും. എന്നാൽ ഇതിനെ വാഗ്ദാനം ചെയ്തിരിക്കുന്ന നമ്മുടെ നഥനയേൽ പറഞ്ഞ വാക്ക് എത്ര അത്ഭുതകരം, എത്ര അതിശയകരം. നമുക്കത് ഓർത്ത് സന്തോഷിക്കാം. കർത്താവിൻ്റെ വലിയ നാമത്തിന് മഹത്വം.